ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ ബികോം തേർഡ് ഇയർ. 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? എന്നെക്കാ ചെറുതാണ് ഇപ്പോഴേ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു വണ്ടി ഓടിക്കാന്, ക്രേസ് ആയിരുന്നു. പണ്ടോട്ടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആണോ? എങ്ങനെ അമ്മ ഓടിക്കുന്ന കണ്ടപ്പാണോ അച്ഛൻ ഓടിക്കുന്ന കണ്ടപ്പാണോ പൂതിയത്? അച്ഛനെ ഓടിക്കുന്ന കണ്ടപ്പോ കൊച്ചിലോട്ട് അച്ഛനും കൊച്ചാണല്ലോ ഓടിക്കുന്നതാണ്. ചെറുപ്പത്തിലൊന്നും ഞാൻ ഓടിക്കില്ലായിരുന്നു, പിന്നെ പഠിച്ചത് അല്ലേ? ആദ്യം ഇങ്ങനെ പഠിച്ചേ സ്കൂട്ടിയിലാണോ? സ്കൂട്ടിയിൽ ആദ്യം പഠിച്ചേ. പിന്നെ എനിക്ക് വലിയ പൊക്കം ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇവര് പിക്കപ്പില്ലേ, ബൊലേറോയുടെ പിക്കപ്പില്ലേ, ടയർ എടുക്കാനൊക്കെ പോകും ലോറിക്ക് കൊച്ചച്ഛന്റെ കൂടെ. അപ്പൊ അങ്ങനെ പോകുമ്പോ ചെറുതായിട്ട് സ്റ്റിയറിംഗ് സൈഡിൽ നിന്ന് ഇങ്ങനെ തരും. അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പോയി പഠിച്ചില്ല, ഇങ്ങനെ റോഡെ പോയി തന്നെ പഠിച്ചു. അച്ഛനാണ് പഠിപ്പിച്ചത് അല്ലേ? അച്ഛനും കൊച്ചച്ഛനും കൂടിയാണ് പഠിപ്പിച്ചത്. 2 വീലർ കൊച്ചച്ഛനും 4 വീലും ലോറിയൊക്കെ അച്ഛനും. നിനക്ക് ആദ്യം വണ്ടി ഓടിച്ച് തുടങ്ങിയപ്പോ പേടിയുണ്ടായിരുന്നു? അതിൽ പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ വെളിയിൽ നിന്നൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, നമ്മള് പണ്ടോട്ടെ വണ്ടി കേറുന്നോണ്ട് വലിയ വണ്ടി എന്നുള്ള ഒരു ഫീൽ ഇല്ലായിരുന്നു ആദ്യം തൊട്ട്. ചെറുപ്പം തൊട്ടേ കേറുന്ന, അപ്പൊ നമുക്ക് അങ്ങനെ ഇടയ്ക്കെല്ലാം കേറി അതിന് മുന്നേ പോകുന്നതൊക്കെ ആയതുകൊണ്ട് വലിയ വണ്ടി എന്നുള്ള ഫീല് തുടക്കം തൊട്ടില്ലായിരുന്നു. അതുകൊണ്ട് പേടിയൊന്നും തോന്നിയില്ല. ഒരു സ്ട്രെച്ചിൽ എത്ര മണിക്കൂർ ഓടിക്കും? അതെന്തേരം ഞാൻ എന്തേരം ഇരുന്ന് ഓടിക്കുക. അതിപ്പം എനിക്ക് കൂടുതലും പിന്നെ രാത്രി ഓടിക്കുന്ന ഇഷ്ടം. രാവിലെ എണീറ്റ് ഓടിക്കാൻ മടിയാ. അപ്പത്തേക്ക് ഞാനാണെ രാത്രി കയറും. രാത്രി ഒരു അമ്മയൊക്കെ ചിലപ്പോ ഒരു 1:30 2:30 ആകുമ്പോ തരും. വെളുപ്പിനെ വരെ ഓടിക്കും. ഈ നോർത്തിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ പേടി എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മീൻസ് അതായത് നോർത്തിലെ ആ വഴികളിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നൈറ്റ് സമയം ഇല്ല. അങ്ങനെ പേടി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വഴിയും പോകുന്നുണ്ട്. അതെ, അങ്ങനെ പേടിയില്ല. എനിക്ക് പേടിയില്ലാത്തോണ്ട് എനിക്ക് പേടിയില്ല, ഞാൻ ഓക്കെയാണ്. ആ സമയം സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെയുള്ള പേടിയാണ് നമുക്ക് ഒരു ഇത് വരികയല്ലേ, ടെൻഷൻ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഞങ്ങള് കാശ്മീർ 2ാമത്തെ ട്രിപ്പ് പോയപ്പം അവിടെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് വഴി ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലോറികൾ കോൺവോയ് ആയിട്ടായിരുന്നു വിടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കും അടുത്ത ദിവസം ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കും. ഹൈവേയുടെ പണി നടക്കുകയും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ലോറികൾ മാത്രം, ബാക്കി ബസ്സും കാറും ഒക്കെ എപ്പോഴും പോയായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെന്ന ഒരു ആപ്പിൾ സീസണിന്റെ ടൈമിലായിരുന്നു. കണ്ടമാനം വണ്ടികൾ വന്നിട്ട് 6 ദിവസമാണ് റോഡ് ബ്ലോക്കായി റോഡിൽ കിടന്നത്. 6 ദിവസം. അപ്പം നമ്മളിങ്ങനെ ഓടിച്ചെന്ന് എവിടെ വഴി ബ്ലോക്ക് ആവുന്നോ അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ കിടക്കുക. 6 ദിവസം അങ്ങോട്ട് പോയപ്പോഴും കിടന്നു, തിരിച്ച് ആപ്പിൾ കയറ്റി ഇങ്ങോട്ട് വരാൻ നേരം 6 ദിവസം കിടന്നു. അപ്പം അവിടെ ചിലപ്പം ടോയ്ലറ്റും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ഞങ്ങളെ വണ്ടി കിടന്നിടത്ത് പിന്നെ ഒരു കിലോമീറ്റർ നടന്നു പോയ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ പോയി ടോയ്ലറ്റിലൊക്കെ പോകും, ഫുഡൊക്കെ വണ്ടിയെ വെച്ച് കഴിക്കും. അങ്ങനെ തന്നെ 6 ദിവസം ഇപ്പൊ ശീലമായിരുന്നു.